إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم فما آتيتم من ربا ليربو في أموال الناس فلا يربو عند الله وما آتيتم من زكاة تريدون وجه الله أولئك هم المضعفون. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരിക്കൽ സാധുക്കളായ സഹാബികൾ, ഇവിടെ സ്ഥലമുണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സഫ് പൂർത്തിയാക്കിയിരിക്കും. സാധുക്കളായ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഒരു പരാതി പറയാണ്. മുതലാളിമാര് പ്രതിഫലം കൊണ്ടുപോയി, അവര് ഞങ്ങളെപ്പോലെ നിസ്കരിക്കുന്നു, ഞങ്ങളെപ്പോലെ നോമ്പ് നോൽക്കുന്നു, ഞങ്ങളെപ്പോലെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നു. പക്ഷേ അവര് സക്കാത്തും സദഖയും കൊടുക്കുന്നുണ്ട്, അതിന് ഞങ്ങൾക്ക് കഴിയണില്ല, ഞങ്ങൾ പാവങ്ങളാണ് എന്നൊരു പരാതിയായിട്ട് വരികയാണ് നബിന്റെ അടുത്ത്. അപ്പൊ ഓലിക്ക് കൂലി അധികം ഉണ്ട് എന്നാണ് ഇവരെ പരാതി. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളതിന് ബേജാറാവേണ്ടതില്ല, നിങ്ങൾ തസ്ബീഹ് ചൊല്ലണം, തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോളി, ഓരോ ഞരമ്പുകൾക്കും സദഖയുണ്ട് എന്ന് പറഞ്ഞു. ചില റിപ്പോർട്ടിൽ കാണാം, നിസ്കാരത്തിന്റെ ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹും അതുപോലെ അൽഹംദുലില്ലയും അല്ലാഹു അക്ബറും ചൊല്ലണം. ചിലതിൽ അല്ലാഹു അക്ബർ 34 റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇവരത് ചെല്ലാൻ തുടങ്ങി. നിസ്കാരം കഴിഞ്ഞപ്പോ ഇരുന്ന് ചെല്ലാൻ തുടങ്ങിയപ്പോ മുതലാളിമാര് കണ്ടു ഈ ചൊല്ലണത്. അവരൊക്കെ ഒരു കാര്യം കണ്ടാൽ, അന്നത്തെ മുതലാളിമാരുടെ പ്രത്യേകത അതാണ്, ഒരു നന്മാന്ന് കണ്ടാൽ പിന്നെ അതിനാരും നോക്കി നിൽക്കില്ല. നബി പഠിപ്പിച്ചതാന്ന് പറഞ്ഞപ്പോ അവരും ചെല്ലാൻ തുടങ്ങി. അപ്പൊ ഇവർക്ക് വീണ്ടും പ്രയാസമായി. കാരണം ഇപ്പൊ അതിന്റെ കൂലിയും കൂടി ഓൽക്ക് കിട്ടുക എന്നല്ലാതെ നമുക്കൊന്നും അധികം കിട്ടാനില്ല. അപ്പൊ വീണ്ടും നബിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഇപ്പൊ അവരും അത് ചെല്ലാൻ തുടങ്ങിയിട്ടുണ്ട്, ഞങ്ങൾക്കിപ്പോഴും. അപ്പോ നിബിതങ്ങൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ദാലിക ഫളലുല്ലാഹി യുതീഹി മയ്യശാ. അത് അള്ളാഹുവിന്റെ ഫളലാണ്. ഈ സമ്പന്നനാവുക എന്നുള്ളത് അള്ളാഹിന്റെ വലിയൊരു അനുഗ്രഹമാണ്. അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു നൽകും എന്നതാണ്. സമ്പത്ത് അങ്ങനെയാണ് ലഭിക്കുക. ഇനി നമ്മളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, നമുക്കുള്ള വരുമാനം നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയും നമ്മുടെ സർട്ടിഫിക്കറ്റും നമ്മുടെ ബുദ്ധിയും വിവരമൊക്കെ അനുസരിച്ചാണോ ഓരോരുത്തർക്കും കിട്ടുന്ന വരുമാനം? അങ്ങനെയല്ല. അതിന് ഇൽമുമായിട്ടോ വിദ്യാഭ്യാസമായിട്ടൊന്നും വലിയ ബന്ധമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ കന്നുകാലികളൊക്കെ നശിക്കുമായിരുന്നു എന്നൊരാൾ പാടിയിട്ടുണ്ട്. തീരെ വിവരമില്ലാഞ്ഞിട്ടേ തിന്നാൻ കിട്ടൂലല്ലോ. വിവരാണ് തിന്നാൻ കിട്ടുന്നതിന്റെ ബാധ്യത എങ്കിൽ, വിവരാണ് സമ്പത്തിന്റെ കാര്യമെങ്കിൽ, അപ്പൊ വിവരം വിദ്യാഭ്യാസം ബുദ്ധിയൊന്നുമല്ല.
നല്ല വിവരം വിദ്യാഭ്യാസമുള്ള ബുദ്ധിയൊക്കെ ഉള്ള വലിയ വലിയ ആള് വാങ്ങുന്നതിനേക്കാൾ ശമ്പളവും വരുമാനവും ചിലപ്പോ ഒന്നും പഠിക്കാത്ത പണ്ടത്തെ പഴയ 2ാം ക്ലാസ്സുകാരനും 3ാം ക്ലാസ്സുകാരനും ഉണ്ടാവും. എത്ര കഷ്ടപ്പെട്ടാലും നേരാവാത്ത ഗൾഫുകാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കഷ്ടപ്പാടും ഇല്ലാതെ വളരെ നന്നായിട്ടുള്ള സാമ്പത്തിക ഭദ്രതയുള്ള ആളുകളൊക്കെ നമ്മൾ കാണും. അപ്പൊ അള്ളാന്റെ ഒരു ഫളാണ് നമുക്കൊക്കെ സമ്പത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞത്. അത് അള്ളാഹ് വിചാരിച്ചാൽ വരുമ്പോ ഒന്നുമില്ല. വരുമ്പോ നമുക്ക് പറഞ്ഞ പോലെ ഒരു അരഞ്ഞാച്ചരട് പോലും നമുക്കില്ല. പിന്നൊക്കെ നമുക്കുണ്ട്. ഇപ്പൊ നമുക്ക് എന്തെല്ലാം ഉണ്ട്. കുറച്ച് പ്രായമായാല് നമ്മുടെ പേരിൽ സ്ഥലമുണ്ട്, നമ്മുടെ പേരിൽ ആധാറുണ്ട്, നമ്മുടെ പേരില് വാഹനങ്ങളുണ്ട്, പലതും ഒക്കെ അള്ളാഹു നമുക്ക് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിട്ടായിരിക്കും, ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അത് അള്ളാന്റെ ഫളലാണ്. അതുകൊണ്ട് ഖൈർ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് സമ്പത്തിനെ. ഖൈർ വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. മനുഷ്യന് ഖൈറിനോട് വലിയ താല്പര്യമുണ്ട്. മനുഷ്യന്റെ മനസ്സിനെ അള്ളാഹ് പറയുന്നുണ്ട്. മനുഷ്യന്റെ മനസ്സ് അതിൽക്കൊരു ചായവുണ്ട്. ഇപ്പൊ മാലുൻ എന്നാണ് അറബിയിൽ പറയുന്നത്. മാല് എന്ന ഖുർആനിൽ അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. അൽ മാലു വൽ ബനൂൻ, സമ്പത്ത്. മാൽ എന്ന് പറഞ്ഞാൽ ചായുന്നത് എന്നാണ് അർത്ഥം. അതുണ്ടായാല് അവിടേക്കൊരു ചായ എല്ലാവർക്കും ഉണ്ടാവും. അതുള്ളടത്തേക്ക് അത് മൊയ്ലിയർക്കും ഖത്തീബിനും സാധാരണക്കാരനും രാഷ്ട്രീയക്കാരനും നേതാക്കന്മാർക്കും ഒക്കെ ഉണ്ടാവും. ഇന്ന ആളായിട്ട് കാര്യമില്ല. ഈ സമ്പത്തിന്റെ അവിടേക്കൊരു ചെറിയ ചായ്വ് എത്ര വലിയ വിദഗ്ധന്മാർക്ക് പോലും ഇന്ന് പിടിപെട്ട ഒരു രോഗാണ്. പണത്തിൽ അത് ചായും ഓട്ടോമാറ്റിക്കലി അത് ഉണ്ടാവുന്ന. അതുകൊണ്ട് അതിന് മാലുൻ എന്ന് സമ്പത്തിൽ പറയാൻ കാരണം സമ്പത്തുള്ളവർക്ക് ഒരു ചായ ഉണ്ടാവും. ഓനൊരു പ്രത്യേക മൈൻഡും ഒരു പ്രത്യേക അധികാരവും കാര്യങ്ങളൊക്കെ അങ്ങനെ അറിയാതെ മനുഷ്യന്റെ മനസ്സ് അങ്ങനെ ആയിപ്പോയി. കുത്തിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗതു. മരണം ആസന്നമാവുമ്പോൾ നിങ്ങൾക്ക് നിർബന്ധമാണ് ഇൻ തറക ഖൈറൻ. അവൻ ഖൈർ ഇവിടെ ഇട്ടേച്ചു പോകുകയാണെങ്കിൽ അവിടെ സമ്പത്തിനാണ് ഖൈർ എന്നുള്ള പ്രയോഗിച്ചത്. അപ്പൊ ഖൈർ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്, മാല് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്, ഫള് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ അള്ളാന്റെ ഔദാര്യം. നമുക്ക് കിട്ടുന്നതൊക്കെ നമ്മുടെ ആരുടെയും അധ്വാനം കൊണ്ടല്ല എന്ന് ആദ്യമായി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അധ്വാനിക്കും, അതൊരു കാരണമാണ് അള്ളാഹ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹു തആല സമ്പത്ത് ഇഷ്ടം പോലെ സമ്പാദിക്കാൻ നമുക്ക് അള്ളാഹു പെർമിഷൻ തരുന്നുണ്ട്. ലിമിറ്റ് ഒന്നും വെച്ചിട്ടില്ല. എത്രയും സമ്പാദിക്കാം. നമ്മുടെ നാട്ടിൽ പോലും അങ്ങനെ പറ്റൂല. ഇന്ത്യൻ നിയമത്തില് ഒരു മനുഷ്യന് സ്വതന്ത്രമായി അധികാരമില്ലാത്ത ഒരൊറ്റ വിഷയം സാമ്പത്തികമാണ്. ഞാൻ തോന്നിയ പോലെ അധ്വാനിച്ചിട്ട് ഞാൻ കാശുണ്ടാക്കി ഞാൻ ജീവിക്കാൻ പറ്റൂല. കൃത്യമായി അത് റിട്ടേൺ ചെയ്യണം, റിട്ടേൺ കൊടുക്കണം. നമ്മൾ ഇൻകം ടാക്സിനെ ബോധിപ്പിക്കണം. അല്ലെങ്കിൽ ED ഒക്കെ അന്വേഷിച്ചു വരും. അവർക്കത് കൃത്യമായ റിപ്പോർട്ട് രേഖാമൂലം കൊടുക്കേണ്ടത്. എല്ലാറ്റിനും സ്വാതന്ത്ര്യമുണ്ട് ഭരണഘടനയിൽ, പക്ഷെ സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു വകുപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരിച്ചു പോകുമ്പോ ഖിയാമത്ത് നാളില് പരലോകത്ത് 3-4 കാര്യം ചോദിച്ചിട്ടല്ലാതെ അവന്റെ ഒരു കാലം എടുത്തു വെക്കാൻ സമ്മതിക്കൂല. അതിലൊന്ന് വഅൻ മാലിഹി. ആലോചിച്ചോക്കി, സമ്പത്തിനെ കുറിച്ചാണ് ചോദിക്കുക. യുവത്വം ചോദിക്കും, ആയുസ് ചോദിക്കും, പിന്നെ ചോദിക്കണം അൽ മാലിഹി. 2 ചോദ്യം ചോദിക്കുക. ഒന്ന് മിൻ ഐന ഇക്തസബഹു, എങ്ങനെ സമ്പാദിച്ചു, വഫീമ അൻഫഖ, എങ്ങനെ ചെലവഴിച്ചു. 2 ചോദ്യം നേരിടാതെ പരലോകത്ത് രക്ഷപ്പെടൂല. അപ്പൊ സമ്പാദിക്കുന്നതിന് കുഴപ്പമില്ല. റിസ്ട്രിക്ഷൻ വരുന്നത് ഒരൊറ്റ കാര്യത്തിനുള്ളൂ, അത് ഹലാലായ മാർഗത്തിലായിരിക്കണം. പിന്നെന്ത് വേണം? വആതു സകാത അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തിന്റെ സകാത്ത് നിങ്ങൾ കൊടുക്കണം, അത് ശുദ്ധീകരിക്കണം. എത്രയും സമ്പാദിക്കാം, പക്ഷെ ഹലാലായ രൂപത്തിലെ സമ്പാദിക്കാൻ പാടുള്ളൂ. നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ ശുദ്ധി ചെയ്തേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ്. ചില വിഷയങ്ങളൊക്കെ ഇപ്പൊ കാഞ്ഞിരക്കായ വിഷാണ്. ചിലർ ചാകാൻ വേണ്ടിയിട്ട് അതാ തിന്നല് കാഞ്ഞിരക്കായ. ആയുർവേദം എടുത്തു നോക്കിയാൽ കാഞ്ഞിരക്കായ ശുദ്ധീകരിക്കണ വിധം കാണും. അത് ശുദ്ധീകരിച്ചാൽ അത് മരുന്നാണ്. ഒക്കെ അങ്ങനെ തന്നെ. പെട്രോള് കുഴിച്ചെടുത്താ പാടല്ലല്ലോ നമ്മള് വണ്ടിയിൽ ഒഴിക്കല്. അങ്ങനെ വണ്ടിയിൽ ഒഴിച്ചാൽ വണ്ടിയുടെ എഞ്ചിൻ കേട്ടുവരും. അത് ശുദ്ധീകരിക്കാം.
എന്നിട്ട് പല ജാതി സ്പീഡും ഉള്ളത് സ്പീഡ് കുറഞ്ഞതൊക്കെ ആയിട്ട് നമ്മുടെ പെട്രോൾ പമ്പിലൂടെ വിതരണം ചെയ്യും. എന്ത് സാധനം അങ്ങനെ തന്നെയുണ്ട്. കയ്യിലൊരു മാങ്ങ കിട്ടിയാൽ, ആപ്പിള് കിട്ടിയാൽ, ബത്തക്ക കിട്ടിയാൽ, തണ്ണിമത്തം കിട്ടിയാൽ ഒക്കെ ഒന്ന് ശുദ്ധീകരിക്കണം. കിട്ടിയ പാടങ്ങൾ തിന്നാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അള്ള പറയാ, സമ്പത്ത് കിട്ടിയാൽ കിട്ടിയത് മുഴുവൻ നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല, അത് വൃത്തിയാക്കണം. മീൻ കിട്ടിയാൽ എത്ര വലിയ മീനാണെങ്കിലും അത് കിട്ടിയാൽ നന്നാക്കണം. അങ്ങനെ തിന്നാൻ പാടില്ല, കൊണ്ടുപോയിട്ട് അങ്ങനെ കറിയിലിടാൻ പറ്റില്ല, അപ്പൊ കയ്പുണ്ടാവും. നന്നാക്കണം, വൃത്തിയാക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെ മനസ്സിലാക്കിയ, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയ, എത്ര സമ്പത്ത് കിട്ടിയാലും അത് വൃത്തിയാക്കണം. അങ്ങനെ അള്ള പറഞ്ഞ എന്താ പറയാ, ഒന്നാമതായി നമ്മുടെ സമ്പത്ത് നമുക്ക് ഉപകരിക്കണം. പലരും മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. കുട്ടികൾ പട്ടിണിയാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ കുട്ടികൾക്കും മക്കൾക്കും വേണ്ടി എടുത്തച്ച് നല്ല മീൻ കൂട്ടാൻ പൂതി ഉണ്ടാവും, പക്ഷെ അവൻ വാങ്ങൂല. ഒക്കെ നോക്കി 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 വില ചോദിച്ച അവസാനം 1 കിലോ മത്തി വാങ്ങി പോകും. പൂതി ഉണ്ടാവും. ഹജ്ജിന് പോകാൻ ആഗ്രഹമുണ്ട്, കായലോ ആകുന്നുള്ള കാര്യം പേടിയാ. അങ്ങനെ കുട്ടികൾ വലുതാണ്ട് കെട്ടിച്ചിട്ടില്ല, ഒരുപാട് പ്രശ്നങ്ങളാണ്. ഉംറയ്ക്ക് പോകാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ഥലം പോയി കാണാൻ, ഒരു രാജ്യത്ത് പോകാൻ, നല്ലൊരു വസ്ത്രം എടുക്കാൻ ഒക്കെ താല്പര്യമുണ്ട്. പക്ഷെ ചില ആൾക്കാർക്ക് മനസ്സാണ് സമ്മതിക്കൂല. മനസ്സിൽ ഒരു പിടുത്തുണ്ടാവും. ഇന്നേ വരെ ഒരു പെപ്സി കൂടി വാങ്ങി കുടിക്കാത്ത ദുബായിക്കാരന്റെ പണ്ടൊക്കെ ഞാൻ കണ്ടിരുന്നു. ദുബായിൽ നിന്നിട്ട്, ആ കാലഘട്ടത്തിൽ ഗൾഫിൽ നിന്നിട്ട് ഒരു പെപ്സി വാങ്ങി കുടിക്കണമെങ്കിൽ റിയാൽ കൊടുക്കണം, അതിലിട്ടിട്ട് എടുക്കണം, കോയിനിട്ടിട്ട്. ആ 1 റിയാലിന് ഇവിടുത്തെ പൈസ കൂട്ടിയാൽ, അന്നത്തെ പൈസ കൂട്ടിയാല് അപ്പൊ പെപ്സി കുടിക്കുന്നതിന് പകരം അപ്പുറത്ത് സർക്കാരിന്റെ സെബീലിന്റെ ഫ്രീ വെള്ളം ഉണ്ടാവും, അത് വാങ്ങി കുടിക്കും. മക്കത്ത് പോയാലും ഉണ്ടാവും ബിസ്കറ്റ്, ഹാജിമാർക്കൊക്കെ ഉണ്ട്. അതിനാണ് ശുഹ് എന്ന് അറബിയിൽ പറയാം. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വമൻ യൂഖ ശുഹ നഫ്സിഹി ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ. 2 സ്ഥലത്താ പറഞ്ഞത്. ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, പോക്കറ്റിലുണ്ട്, പൈസ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. മീൻ വാങ്ങാൻ പൂതിയുണ്ട്, നല്ലൊരു ആഗോലി കണ്ടപ്പോൾ വാങ്ങാൻ ആഗ്രഹമുണ്ട്. പക്ഷെ വില 600 റുപ്യ എന്ന് പറയുമ്പോൾ മനസ്സ് പെട്ടെന്ന് ഒരു പടക്കല്. അങ്ങനെ ഒക്കെ പൂതി ഉണ്ടാകുമ്പോ അങ്ങനെ നോക്കിയിട്ട് വേറൊരു സാധനം വാങ്ങിയിട്ടാണ് പോകുന്നത്. അതിന് ശുഹ് എന്ന് അറബി ഭാഷ, മലയാളത്തിൽ അതിന് അർത്ഥമല്ല. അള്ള പറയുന്നുണ്ട്, അത് രക്ഷപ്പെട്ടാൽ മനുഷ്യൻ രക്ഷപ്പെട്ടു എന്നാണ്. മനസ്സിന്റെ ആ ശുഹ്, എന്താ മലയാളത്തിൽ പറയാൻ നിൽക്കാറ്, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതാണ് അതിന് മലയാളം. അത് രക്ഷപ്പെട്ടാൽ മനുഷ്യൻ രക്ഷപ്പെട്ടു എന്നാണ്. അപ്പൊ മക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ അവനാന്റെ കാര്യം മുടക്കിയിട്ട് ഒരാൾക്കും വേണ്ടി ഒന്നും സംഭവിക്കേണ്ട ആവശ്യമില്ല. ആലോചിച്ച് നോക്കി, ആദം നബി അലൈഹി സ്വലാമിനെ സ്വർഗത്തുനിന്ന് പറഞ്ഞേക്കുമ്പോ, സ്വർഗത്തിൽക്കാണ് പറഞ്ഞേക്കുമ്പോ ആദം നബിയോട് പറഞ്ഞ ഒരു പള്ളി കയറ്റിയിട്ട് അവിടെ എത്തിക്കാഫി ഇരുന്നോന്ന് പറഞ്ഞിട്ടില്ലല്ലോ. മനുഷ്യനോടാണ് പറയുന്നത്. ആദ്യം പറഞ്ഞെന്തറിയോ, ഫകുലാ മിൻഹ, നിങ്ങൾ രണ്ടാളും നന്നായി തിന്നോളിന്നാണ്. ഹൈസു ശിതുമ, നന്നായി തിന്നോളിന്നാണ്. ഒക്കെ വാരി വെച്ച് തിന്നണ്ട. വലാ തഖറബ ഹാദിഹി ഷജറ, ഈ മരത്തിന്റെ തിന്നാൻ, ഞാൻ ബാക്കിയൊക്കെ തിന്നാനാ പറഞ്ഞേ. അപ്പൊ മനുഷ്യൻ തിന്നാതെ, മനുഷ്യന് ഉപകാരപ്പെടാതെ, അവനായ പൂതിയുള്ളത് വാങ്ങി കഴിക്കാതെ, അതൊക്കെ തിന്നേണ്ട പ്രായത്തും തിന്നണം. 40 വയസ്സ് കഴിഞ്ഞാൽ ഡോക്ടർമാരൊന്നും തിന്നാൻ അയക്കൂല, ഓരോരോ കേട് പറഞ്ഞിട്ട്. അപ്പൊ തിന്നേണ്ട പ്രായത്ത് പൂതിയുള്ള സാധനമൊക്കെ വാങ്ങിക്കഴിക്കുക വിരോധമല്ല. അതുകൊണ്ട് അതിന്റെ പേരോട് അള്ള പറഞ്ഞത് തിന്നോളിന്നാണ്. ആദ്യം തിന്നാവാണ്, അവനൊരു തടി ഉണ്ടാവും. ആ തടി ഇബാദത്ത് ചെയ്യാനുള്ള ആരോഗ്യത്തിനും കൂടി ആണെങ്കിലോ പടച്ചോന്റെ കൂലി കിട്ടുമെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തിന്നണത് ആസ്വാദനത്തിന് വേണ്ടി മാത്രമല്ല, എന്റെ തടി ആരോഗ്യം സംരക്ഷിക്കാനും കൂടിയാണ്. അത് ഡോക്ടർമാരൊക്കെ പറഞ്ഞത് എല്ലാവരും വാരി വലിച്ച് തിന്നാന്നല്ല കേട്ടോ. എല്ലാറ്റിനും ആ കുലു വഷ്റബു വലാ തുസ്രിഫു, തിന്നോളി കുടിച്ചോളി, അമിതമായി ഒന്നും ചെയ്യാൻ പാടില്ല, മതിയല്ലോ. രണ്ടാമത്തെ കാര്യം, കിട്ടിയതിന്റെ ഒരു അംശം സക്കാത്ത് കൊടുക്കണം. ഒരംശം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ശരിക്കും നിങ്ങൾ സക്കാത്തിനെ കുറിച്ച് ആലോചിച്ച് നോക്കി. ഒരപ്പം നമുക്ക് കിട്ടി, ഇല്ലെങ്കിൽ ഒരു തേങ്ങാപന്നെ, അങ്ങനെ ഒരു തേങ്ങാപന്നെ നമുക്ക് കിട്ടി, ചെറിയൊരു തേങ്ങാപന്നെ, അത്യാവശ്യം വലിപ്പുണ്ടാവും. ഒറ്റക്കൊന്നും നമുക്ക് തിന്നാൻ കഴിയില്ല. അത് നമ്മൾ 10 കഷ്ണാക്കി മുറിക്കാണ്. 10 കഷ്ണം 10 കഷ്ണം ആക്കിയിട്ട് അതിലെ 9 കഷ്ണം നമുക്ക് എടുക്കാം. എത്ര വലുതായി? അപ്പൊ എത്ര ഉണ്ട്? ഇനി ഒരു കഷ്ണമുണ്ട്, അത് വീണ്ടും 5 കഷ്ണാക്കാണ്, അല്ലെങ്കിൽ പിന്നെ 4 കഷ്ണാക്കാണ്. 4 കഷ്ണാക്കാണ്. ആ 4 കഷ്ണത്തിലെ 3 കഷ്ണം നമുക്ക് തിന്നാം, 1 കഷ്ണം നമ്മൾ തിന്നാൻ പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. എത്ര കുറച്ചാണ് എന്ന് പറഞ്ഞാൽ 100 റുപ്യ കിട്ടിയാൽ 2.5 റുപ്യ, ബാക്കി 87.5 87 റുപ്യ നമുക്ക് എടുക്കാം. അപ്പൊ സിമ്പിളാന്ന് അർത്ഥം. നമുക്ക് സക്കാത്ത് കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടായാൽ മതി.
സക്കാത്ത് കൊടുക്കുക, അത് മറ്റുള്ളവർക്ക് കൊടുക്കുക. അതുകൊണ്ട് നമ്മുടെയൊക്കെ എല്ലാവരുടെയും പട്ടിണി മാറ്റുക. ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിലെ സാമ്പത്തിക തത്വശാസ്ത്രം എന്ന് പറഞ്ഞാൽ, ഞാൻ പറയാറുണ്ട്, ലോകത്ത് ഏത് സാമ്പത്തിക തത്വശാസ്ത്രം വന്നാലും പാവപ്പെട്ടവനെന്നും പാവപ്പെട്ടവനായിരിക്കും. ആലോചിക്കുക, അങ്ങനെയല്ലേ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്, നാട്ടിൽ നടക്കുന്നത്, ലോകത്ത് നടക്കുന്നത്. മുതലാളിമാരെന്നും മുതലാളിമാരാവും, അവരൊരു ചേരി, ഇവരൊരു ചേരി. ഇസ്ലാം പറഞ്ഞ കൈലായൂന ദൂലത്തൻ ബൈനൽ അഗ്നിയാഇ മിൻകും, നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ പണക്കാരിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് എന്ത് കിട്ടിയാലും അതിന്റെ 1/4, റുബുൽ ഉശ്ർ, 1/4 മൊത്തം സംഖ്യ കണക്ക് കൂട്ടിയിട്ട് അതിന് നിസാബ് എത്ര കേട്ടോ, കിട്ടണമൊക്കെ വേണ്ട, ഞാൻ കണക്കുണ്ടെങ്കിൽ മതി. അപ്പൊ അതിന്റെ ഒരു 40 ഹരിക്കണം 40 ഉള്ള സംഖ്യ ഒക്കെ കഴിഞ്ഞ് 1000 റുപ്യ മിച്ചം വരുന്നുള്ളൂ വെച്ചാൽ 1000 ഹരിക്കണം 40, അപ്പൊ അത് കിട്ടും. ഇല്ലെങ്കിൽ ഇപ്പൊ കാൽക്കുലേറ്റർ ഉണ്ട് എല്ലാവരുടെ കയ്യിൽ, കൂട്ടാനും പണിയില്ല. സക്കാത്ത് കൂട്ടാൻ അറിഞ്ഞില്ലാച്ചിട്ട് കൊടുക്കാതിരിക്കണ്ട, നീയത്ത് വെച്ചില്ലാച്ചിട്ട് നോമ്പ് വെൽക്കാതിരിക്കണ്ട. അതേപോലെ അപ്പോ 1000 × 2.5 എന്നിട്ട് ആ ശതമാനത്തിന്റെ ചിഹ്നം അമർത്തി കൊടുത്താൽ കിട്ടും കുറഞ്ഞ പൈസ. ഒരപ്പം കിട്ടിയാൽ അപ്പത്തിന്റെ ഒരു ചെറിയ കഷ്ണം. അപ്പൊ എന്താവും, ഒരു സാമ്പത്തിക സന്തുലിതാവസ്ഥ ഉണ്ടാവും. ഒരു രോഗം പിടിക്കാത്തതിന് ഇന്നലെ 2 ആളെ ഒരേ നേരം രാത്രി സന്ദർശിച്ചു. വളരെ പ്രയാസപ്പെടുന്ന അവസ്ഥയാണ് കാണുന്നത്. ഓക്സിജൻ, ലോകത്ത് മുഴുവൻ വായുണ്ട്, ലോകം നിറച്ചു വായുവാണ്, നല്ല കാറ്റാണ്, പക്ഷെ ഇദ്ദേഹത്തിന് ഓക്സിജൻ കിട്ടുന്നില്ല. ഓക്സിജൻ കിട്ടാഞ്ഞിട്ട് മരണവേളയിൽ കടന്ന് പെടുകയാണ്. ഒരു സിലിണ്ടർ പോരാഞ്ഞിട്ട് അതിന്റെയും വലിയ യാന്ത്രികമായിട്ടുള്ള സിലിണ്ടർ ഒക്കെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ആലോചിച്ച് ലോകത്ത് എന്തുണ്ടായിട്ട് എന്താ കാര്യം? നമുക്കൊരു ഇഞ്ച് ശ്വസിക്കാൻ കഴിയണ്ടേ, അല്ലെങ്കിൽ ഒരു ലേശം ശ്വസിക്കാൻ കഴിയണ്ടേ? അത് അള്ളാന്റെ വലിയ അനുഗ്രഹമാണ്. അപ്പൊ അതുകൊണ്ട് പരിപോഷിപ്പിക്കുക. അതിനൊക്കെ ഒന്ന് കഴിച്ചിലായാൽ തന്നെ നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. അത് ഇൻഷാ അല്ലാഹ് വേറെ നമുക്ക് സംസാരിക്കാം. അതൊക്കെ ഭാഗ്യാണ്. സക്കാത്ത് കൊടുത്തിട്ട് ഇന്നേ വരെ ഒരാളും ദരിദ്രനായിട്ടില്ല. സദഖ കൊടുത്തിട്ടും ഒരാളും ദരിദ്രനായിട്ടില്ല എന്നാണ്. നിങ്ങൾ പലിശക്ക് വേണ്ടി പണം കൊടുക്കുന്നു അല്ല പറയാം. നിങ്ങൾ കൊടുക്കുന്ന പലിശ, അതെന്തിനാ നിങ്ങൾ പലിശക്ക് പൈസ കൊടുക്കുന്നത്? ജനങ്ങളുടെ മുതൽ വാങ്ങിയിട്ട് പൈസയെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ, വളർത്തിണ്ടാക്കാൻ, ഇൻവെസ്റ്റ്മെന്റ്. 1 ലക്ഷം കൊടുത്താൽ 1.5 ലക്ഷം തിരിച്ചു കിട്ടും. പലിശ അത് ഓതിയ സൂറത്തുർ റൂമിലെ ആയത്താണ്. അള്ളാന്റെ അടുത്ത് അതൊരിക്കലും വളരുന്നില്ല. അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ച് നിങ്ങൾ കൊടുക്കുന്ന സക്കാത്ത് അവരാണ് ഇരട്ടിപ്പിക്കുന്നവർ. വേറെ ലോകത്ത് എന്തുണ്ടാവും? ഇപ്പൊ പത്രം എടുത്താൽ പകുതി വിലക്ക് എല്ലാരും കുടുങ്ങി കിടക്കുക. അള്ളാന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കും, ഇരട്ടിക്കും. അള്ളാഹ് പറയാ ഉലൈകഹുമുൽ മുദ്ഇഫൂൻ, അവരാണ് ഇരട്ടിപ്പിക്കുന്നവർ. അവരുടെ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങളൊരു അള്ളാന്റെ മാർഗത്തിൽ അതൊരു വിത്ത് പോലെ 57%, ഒന്നില് 7 കൊല. ഓരോ കൊലയിലും 100 കണക്കിന് പിന്നെ വിത്തുകള്. അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് ഇനിയും കൊടുക്കുന്ന 1 റുപ്യ മാന്യമര്യാദക്ക് മനസാന്നിധ്യത്തോടു കൂടി കണ്ടറിഞ്ഞിട്ട് ഒരാൾക്കാണ് കൊടുത്താൽ അള്ളാഹ് സ്വീകരിക്കുന്നത് 700 റുപ്യയിട്ടാണ്. ചിലപ്പം 700 ഉള്ളത് 1400 ആവും, ചിലപ്പോൾ അതിനപ്പുറവും. വേറെ എവിടുന്ന് അത്ര ലാഭം കിട്ടുക? ഏത് കുറിയിലാതുള്ളത്, ഏത് ചിട്ടിയിലാണ് അതുള്ളത്, ഏത് ബാങ്കിലാണ് അങ്ങനെയുള്ളത്? ആലോചിച്ച് നോക്കി. അള്ളാഹ് പറയാം അത്രയും അല്ലാഹു തആല ഇരട്ടിയാക്കി കൊടുക്കുന്നു. നാം തിരിച്ചോ വല്ലദീന യക്നിസൂന ദഹബ വൽ ഫില്ല, സ്വർണവും വെള്ളിയും കൂമ്പാരമാക്കി വെക്കാൻ. സ്ത്രീധനം വേണ്ടാന്ന് പറഞ്ഞിട്ടും തന്നതാണ്, മകൾക്ക് കിട്ടിയതാണ്, മരുവൾക്ക് കിട്ടിയതാണ്. അങ്ങനെ ലോക്കറിൽ വെച്ചിക്കാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും തന്നതാണ്. അങ്ങനെ ഇരിക്കുന്നുണ്ട്. ചില ഉസ്താദന്മാര് ആഭരണത്തിന് സക്കാത്ത് വേണ്ടാന്നാണ്. ആഭരണാവട്ടെ എന്തോ ആവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വളട്ട് വന്ന പെണ്ണിനോട് ചോദിച്ചത് അതിന്റെ സക്കാത്ത് കൊടുത്തോന്ന് ചോദിച്ചു. ഇല്ല. നരകത്തുനിന്ന് 2 വള ആഗ്രഹിക്കുന്നുണ്ടോ? അത് ആഭരണാണ്. വള എന്ന് പറഞ്ഞ ആഭരണല്ലേ? വേണ്ട നബിയെ, ഊരിയാണ് കൊടുത്തു എന്നാണ്. അവിടെ ഇരുന്നോട്ടെ, സക്കാത്ത് കണക്കാക്കി കൊടുത്താൽ മതി. 10.5 പവൻ 85 ഗ്രാം സ്വർണമുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം.
590 ഗ്രാം, 595 എന്നും പറയാം, 595 ഗ്രാം വെള്ളി ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കും. വരുമാനം എല്ലാം കൂട്ടും ഒരു വർഷത്തിൽ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ചെലവഴിച്ച് ബാക്കിയുള്ള പൈസ 595 ഗ്രാം വെള്ളിയുടെ പൈസ ഉണ്ടെങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. ഇന്നത്തെ വില 108 റുപ്യാണ്. ഞാൻ നോക്കിയപ്പോ കണ്ടത് 108 പോയിന്റാണ്. വെച്ച് കണക്കൂട്ടിയാൽ 65,000 റുപ്യ 70,000 റുപ്യന്റെ ഇത് നമ്മുടെ കയ്യിൽ വന്നാൽ, ഒരു വർഷത്തെ ചെലവൊക്കെ കഴിച്ച് ബാക്കി നമ്മുടെ കയ്യിൽ പണം വന്നാൽ, അതൊരു കൊല്ലം തികയുമ്പോഴാണ് നമ്മളതിന്റെ 2.5% കൊടുക്കണം. എല്ലാരും അതുകൊണ്ട് നേരാവട്ടെ, ഒന്നും നഷ്ടമാകാനില്ല. ഇത് കൂട്ടിവെച്ചാലോ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കണില്ല. അവർക്ക് വേദനാജനകമായ ശിക്ഷ കൊണ്ട് നീ മുന്നറിയിപ്പ് നൽകണം, സന്തോഷ വാർത്ത അറിയിക്കണം. അത് നരകത്തിലിട്ട് അത് കത്തിക്കും. അതുകൊണ്ട് ഇസ്തിരിടും, അയേൺ ചെയ്യും. മിക്കുവാന്ന് പറയാം, സ്ത്രീപട്ടിക്ക് അറബിയിൽ മിക്കുവാന്ന് പറയാം. ഫത്തുക്കുവാബിഹ, അതുകൊണ്ട് അയേൺ ചെയ്യും, അതിങ്ങനെ പൊള്ളിക്കും. ജിബാഹുഹും ജുനൂബുഹും ലുഹൂറുഹും, അവരുടെ നെറ്റിത്തടങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യന്റെ മുഖം പൊള്ളിക്കും. ജുനൂബ്, ശരീരത്തിന്റെ പല ഭാഗങ്ങളും, വല്ലുഹൂർ, മുതുകും. ഇവിടെ ബാക്കിയുള്ളത് എന്നിട്ട് പറയും ഹാദാ മാ കനസ്തും ലി അൻഫുസിക്കും. കൊടുക്കാതിരുന്നാൽ, കൊടുത്താൽ 700 ഇരട്ടി, കൊടുക്കാതിരുന്നാൽ അല്ലാഹ് പറയും ഹാദാ മാ കനസ്തും ലി അൻഫുസിക്കും. ഇതാണോ നീ ഇങ്ങനെ ഒരുക്കി വെച്ചത്, ആർക്കും ഒന്നും കൊടുക്കാതെ, വിഹിതം കൊടുക്കാതെ, ആഭരണത്തിന് സക്കാത്തില്ല എന്നും പറഞ്ഞിട്ട്, സ്ത്രീധനം കിട്ടിയതാണെന്നും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പണ്ടം മരോള് കൊണ്ടെന്നാന്നും പറഞ്ഞ് ലോക്കറിൽ വെച്ച് ചെലവാക്കാതെ എടുക്കാതെ വെച്ച ആ സ്വത്ത് ഇതാണ് എന്ന് അല്ലാഹ് അവനെ പരലോകത്ത് ബോധ്യപ്പെടുത്തും. പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് വദൂഖൂ മാ കുൻതും തക്നിസൂൻ, നിങ്ങള് സമ്പാദിച്ചുണ്ടാക്കിയത് നിങ്ങൾ തന്നെ ആസ്വദിക്കുക. അപ്പൊ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, കൊടുക്കാൻ തീരുമാനിച്ചാൽ സിമ്പിളാണ്, അത്ര കൂടുതൽ സംഖ്യ ഒന്നും ഉണ്ടാവില്ല. അത് ശരിക്കും കണക്കൂട്ടാൻ വെറുതെ അങ്ങനെ കൂട്ടിയാ പോരാ. 10,000 റുപ്യ ചില്ലറാക്കി കൊടുന്ന് വെച്ചിട്ട് 25,000 വരുന്നവർക്ക് ഓരോന്നുള്ളൊക്കെ കൊടുത്തിട്ട് പിന്നെ ഇത് അവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു, അങ്ങോട്ട് കൊടുത്തു, ഇങ്ങോട്ട് ഒക്കെ പാടെ, അതല്ല. അത് സദഖ വേറെ വേണം. സദഖ എന്ന് പറഞ്ഞാല് പിന്നെ സുന്നത്താണ്, ഐച്ഛികം. ചിലപ്പോ അത് നിർബന്ധവും. സക്കാത്ത് നിർബന്ധം തന്നെയാണ്, സദഖ നിർബന്ധം എന്ന് പറയാൻ കാരണം, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ, ഒരു ഉദാഹരണം, അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് അല്ലാഹു റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അയലോക്കത്തെ ഒരു മനുഷ്യൻ, മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ ആരാവട്ടെ, അയലോക്കത്തെ ഒരു മനുഷ്യൻ പട്ടിണി കിടക്കുമ്പോ എന്റെ സക്കാത്തൊക്കെ കഴിഞ്ഞിരിക്കണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങനെ തിന്ന് കൊഴുത്ത് നടക്കാൻ പാടില്ല. ഓ തിന്നാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല. അവൻ വയറ് നിറച്ച് പിന്നെ അവിടെ ഭക്ഷണം കഴിച്ചാൽ നമ്മിൽപ്പെട്ടവനല്ല അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്, നമ്മിൽപ്പെട്ടവനല്ല. അപ്പൊ അവിടെ സദഖ നിർബന്ധമാണ്. ഓനിക്ക് നമ്മൾ നിർബന്ധമായിട്ട് അവന്റെ വയറ് നിറച്ചിട്ടേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അല്ല ഞാൻ എന്റെ സക്കാത്തൊക്കെ കൊടുത്തു കഴിഞ്ഞു ഓനെ തിരിഞ്ഞോക്കൂല പറയാൻ പാടില്ല. അപ്പൊ സദഖ എന്ന് പറഞ്ഞാൽ ഐച്ഛികമാണെങ്കിലും ചില സമയത്ത് അത് നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ടി വരും. ഉദാഹരണം പറഞ്ഞത് എന്നാ സക്കാത്ത് അങ്ങനെ, അത് കൃത്യമായി കണക്ക് നോക്കി ഒരു വർഷം തികഞ്ഞാൽ കൊടുക്കണം. കൃഷി ഉണ്ടാവുമ്പോ അത് കൊയ്തെടുക്കുമ്പോ കൊടുക്കണം. വന്നുറു ഇലാ സമരിഹി ഇദാ അസ്മറ വയൻഇ, നിങ്ങൾ ആ കായ്ക്കനികളൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കി സന്തോഷിക്കും, എന്നിട്ട് അത് കൊയ്തെടുക്കിൻ. വആതു ഹഖഹു യൗമ ഹസാദിഹി, അത് കൊയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ ഹക്ക് കൊടുക്കണം, അവകാശം കൊടുക്കണം. സക്കാത്തിനെ ഖുർആൻ പരിചയപ്പെടുത്തിയത് പിന്നെ മുതലാളിയുടെ ഔദാര്യം എന്നല്ല, മറിച്ച് പാവപ്പെട്ടവന്റെ അവകാശമാണ്. രണ്ട് വ്യത്യാസം. മുതലാളി കൊടുക്കുന്ന നക്കാപ്പിച്ചല്ല, അത് സ്വീകരിക്കണം. അബൂബക്കർ റളിയല്ലാഹു ഞാൻ യുദ്ധം ചെയ്യുന്ന പറഞ്ഞത്, കാരണം വല്ലാഹി ലൗ ഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാ, നിസ്കാരവും സക്കാത്തും വെവ്വേറെയാണ് എന്ന് പറഞ്ഞവരോട് ഞാൻ യുദ്ധം ചെയ്യും. നമുക്കറിയാം അബൂബക്കർ റളിയല്ലാഹു പൊതുവെ സൗമ്യശീലനാണ്, ഏത് പ്രശ്നത്തിലും സാരല്ല എന്ന് പറയുന്ന ആളാണ്. പക്ഷെ ഈ വിഷയത്തിൽ സക്കാത്ത് കൊടുക്കാതിരുന്നപ്പോ അവരോട് ഞാൻ യുദ്ധം ചെയ്യും എന്ന് പ്രഖ്യാപിച്ചു. എന്തിനു ചോദിച്ചപ്പോ വല്ലാഹി ലൗ മനഊനി ഇഖാലൻ കാനൂ യുഅദ്ദൂനഹു ലിറസൂലില്ലാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരു ഇഖാൽ, ഒട്ടക കുട്ടികൾ മണ്ടാതിരിക്കാൻ വേണ്ടി ഒട്ടകത്തിന്റെ കാലും വിടുന്ന സാധനമാണ് ഇഖാൽ. ഞാൻ നാളെ പറഞ്ഞു, അറബിയുള്ള ഇതിന്റെ മുണ്ടിന്റെ മുകളിൽ വെക്കും ഒരു സാധനം, അതിന് ഇഖാൽ എന്ന് പറയാം. അങ്ങനത്തെ ഒരു സാധനം ആടിന്റെ പിന്നെ ഒട്ടകത്തിന്റെ കുളമ്പുകൾ കൂട്ടിക്കിട്ടാൻ വെച്ച്, അതാണ് സാധനം. അതെങ്ങാനും അവർ തടഞ്ഞാൽ അത് തടഞ്ഞതിന് ഞാൻ അവരോട് യുദ്ധം ചെയ്യുമെന്ന് വരെ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്.
ആലോചിച്ചോക്കെ, നമ്മളൊക്കെ ഖുർആനിൽ 27 32 സ്ഥലത്ത് നിസ്കാരത്തിന്റെ ഒപ്പം തന്നെ അഖീമുസ്സലാത്ത് കണ്ടാൽ അവിടെ സക്കാത്ത് അപ്പ ചോദിക്കും. എത്ര നിസ്കാരത്തെ കുറിച്ച് വയലു പറഞ്ഞാലും ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. സക്കാത്തിനെ കുറിച്ച് ഒരു അരമണിക്കൂർ വയലു പറഞ്ഞാൽ ഒരുപാട് സംശയമാണ്. എങ്ങനെയെങ്കിലും ചോദിച്ചിട്ട് അത് കൊടുക്കണ്ടെന്ന് മൊയ്ലിയർ പറഞ്ഞിട്ടാണ്. അത് പറയോളം ഇവനോടനെ ചോദിക്കും. ഈ മൊയ്ലിയർ പറഞ്ഞില്ലെങ്കിൽ വേറെ മൊയ്ലിയരോട് ചോദിക്കും. എന്നിട്ട് മറ്റവനെ മേക്കിട്ട് തരും. ഞാൻ ആ മൊയ്ലിയരോട് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണല്ലോ പറഞ്ഞത്. സക്കാത്തിന്റെ വിഷയത്തിൽ വല്ലാത്ത സംശയ മനുഷ്യന്മാർ. ഖുർആനില് നിസ്കാരത്തിന്റെ കൂടെ തന്നെ പറഞ്ഞ സംഗതിയാണ്. ഒരു സംശയം ആൾക്കാർക്ക് നിസ്കാരത്തിൽ ഒന്നുമില്ല. സക്കാത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെങ്കിലൊക്കെ അപ്പ കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് അവസാനം ചോദിക്കാം. അപ്പ എങ്ങനെങ്കിലും അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ അപ്പ കൊടുക്കേണ്ടി വരും, അങ്ങനെയല്ല കൊടുക്കണം എന്ന രൂപത്തിൽ സംശയം ചോദിക്കാം. ആലോചിക്കുക എത്ര ഗൗരവതരം. ഖുർആനില് മുശ്രിക്കുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഫവൈലുൽ മുശ്രിക്കീൻ, മുശ്രിക്കുകൾക്ക് നാശം. നമ്മളൊക്കെ ശിർക്കും കുഫറും നിഫാഖും 3 കാര്യം 100% നമ്മുടെ മനസ്സ് ശുദ്ധാവണം. നിങ്ങൾ ആലോചിക്കുക, ഈ 3 പറഞ്ഞുകൊടുത്തും അല്ലാഹു തആല സക്കാത്തുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. ഫവൈലുൽ മുശ്രിക്കീൻ, മുശ്രിക്കിന് നാശം. ആരാ മുശ്രിക്ക്? അല്ലദീന ലാ യൂതൂന സക്കാ, അവര് സക്കാത്ത് കൊടുക്കൂല. അപ്പൊ സക്കാത്ത് കൊടുക്കാത്തവനകത്ത് മുശ്രിക്ക് അല്ല, യാർത്തങ്ങ ഇതെടുത്ത് പോണാനല്ല, അവൻ മാത്രല്ല മുശ്രിക്ക്. നമുക്ക് ഇത് പറയാൻ എളുപ്പം, മറ്റവന്റെ നേരക്ക് ആടാൻ. ഇത് പറഞ്ഞു കൊടുക്കണം. അത് ഷിർക്കിന്റെ ഭാഗമാണ്. സക്ക അള്ളാഹ് തന്ന മുതല് ഇന്ത്യയാണെന്ന് പറഞ്ഞ് നടന്ന അതിലും വലിയ ഷിർക്ക ഏതാണുള്ളത്? അതൊരു വലിയ ഷിർക്കാണ്. അവനവനെ തന്നെ അള്ളാഹുവിൽ പങ്കു ചേർക്കുക. ഫവൈലുൽ മുശ്രിക്കീൻ അല്ലദീന ലാ യൂതൂന സക്ക. ഇനിയോ അവര് അവര് തൗബ ചെയ്ത് മടങ്ങി നിസ്കാരം സക്കാത്തും തുടങ്ങിയാൽ അവർ നിങ്ങളെ കൂടെ തന്നെയാണ്. അപ്പൊ മുശ്രിക്കല്ല, മുഅ്മിനാണ്. മുനാഫിഖ് പിന്നെ കാഫിരികളെ പറ്റി പറഞ്ഞ ഒരു കാര്യം യാസീൻ അല്ലാഹ് പറയുന്നുണ്ട്. വൈദാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലാഹ് നിങ്ങൾക്ക് തന്നതിന് ചെലവാക്കണം. അങ്ങനെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. വാതൂഹും മിമ്മാലില്ലാഹി അല്ലദീ ആതാക്കും, അല്ലാഹ് നിങ്ങൾക്ക് തന്നതിന് ചെലവാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അല്ലാഹ് തന്നതാണ് ഒക്കെ. നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, നമ്മൾ ഉണ്ടാക്കിയിട്ട് ഉണ്ടാവില്ല. അങ്ങനെ ഈ ലോകം ഇങ്ങനെ കണ്ടാ പോരാ. അതുകൊണ്ട് അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലാഹ് തന്നതിൽ നിങ്ങൾ ചെലവഴിക്കണം എന്ന് പറഞ്ഞാൽ ഖാലല്ലദീന കഫറൂ, കുഫറുള്ള ആളുകൾ പറയും ലില്ലദീന ആമനു, വിശ്വാസികളായ ആളോട് അനുതഇമു മല്ലൗ യശാഉല്ലാഹു അത്അമഹു, അല്ലാഹ് ഉദ്ദേശിച്ച ഭക്ഷണം കൊടുക്കുമല്ലോ, അല്ലാഹ് ഉദ്ദേശിച്ച ഓൻ ഇന്നെ പോലെ ഉണ്ടാക്കിക്കൂടെ, അതുകൊണ്ട് അവൻ എന്തിനാ ഞാൻ കൊടുക്കുന്നത് എന്ന് പറയും. ആരാ പറയാ? ഖാലല്ലദീന കഫറൂ, കാഫിരീങ്ങളായ ആളുകൾ പറയും. അപ്പൊ കുഫറിനോട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ കാഫിറിന്റെ സ്ഥാനമാണ് അല്ലാഹ് നൽകിയത്. സൂറത്ത് യാസീൻ. ഇനി ആലോചിച്ചു, സൂറത്ത് തൗബയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഫമിൻഹും മൻ ആഹദല്ലാഹ്, ഈ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ കുറച്ച് ആളുകളുണ്ട് അള്ളാഹിനോട് കരാർ ചെയ്യാൻ. ലൈൻ ആതാനാ മിൻ ഫളിഹി ലനസദ്ദഖന്ന വലനകൂനന്ന മിനസ് സാലിഹീൻ. അള്ളാഹുവിന്റെ ഫളില്, ഞാൻ പറഞ്ഞ സമ്പത്തിന് ഫളിൽ എന്നാ പറഞ്ഞു. അള്ളാഹിന്റെ ഫളില് ഞങ്ങൾക്ക് തന്ന, എനിക്ക് സമ്പത്ത് ഉണ്ടായാൽ ഞാൻ നന്നായിട്ട് സദഖ ചെയ്യും. പള്ളിപ്പണിയൊക്കെ ഉണ്ടാവും പറയാലോ. ഇനിയിപ്പോ ഞാന് ഗൾഫിൽ നിന്ന് കുറച്ച് വരാണ്ട്, അത് കിട്ടട്ടെ, അതിൽ മകന്റെ ജോലിയും ശരിയായിട്ട് എന്നിട്ട് തരാന്നൊക്കെ പറയാലോ. ഭയങ്കര പറച്ചിലാണ്. പക്ഷേ അല്ലാഹ് പറയാ ഇന്നാതാനാ മിൻ ഫളിഹി, അങ്ങനെ ഓന് കുറച്ച് കാശ് കിട്ടിയാലോ ബഖിലൂ ബിഹി വതവല്ലൗ വഹും മുഅരിദൂൻ, അത് പിശുക്ക് കാണിക്കും. ആ പറഞ്ഞു തന്നെ ഓനക്ക് ഓർമ്മ ഉണ്ടാവും. പിന്നെ ആളെ കാണുമ്പോൾ മാറി നടക്കും. ഉണ്ടായാ തരാ, കിട്ടിയാ തരാന്ന് ഇങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. സക്കാത്ത് ചോദിച്ചാൽ പറയാ ഇപ്പൊ കുറച്ച് വരാണ്ട് വന്നിട്ടാണ് തരാ. പക്ഷെ കിട്ടിയാലോ ബഖിൽ, പിശുക്ക് കാണിക്കും. ഫഅഖബഹും നിഫാഖൻ ഫീ ഖുലൂബിഹിം, ഫഅഖബഹും നിഫാഖൻ, അവരുടെ പിന്നാലെ വരുന്നത് നിഫാഖാണ് എന്നാണ്. എന്നല്ലേ കരാർ ചെയ്താൽ ലംഘിക്കാന്ന് നിഫാഖല്ലേ. അപ്പൊ മുനാഫിഖുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് സക്കാത്ത് കൊടുക്കാത്ത ആളുകളെ. അപ്പൊ മുനാഫിഖും കുഫറും ഒക്കെ കൂടി പറഞ്ഞൊരു സംഗതി സക്കാത്ത് മാത്രമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ എല്ലാവരും സക്കാത്തിന്റെ വിഷയത്തിൽ ഒരു കൃത്യത, ഒരു കണിശത ഉണ്ടാവുക ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് പടച്ചോന്റെ ഇന്ന വഅദല്ലാഹി ഹഖ്, അള്ളാന്റെ വാഗ്ദാനം സത്യമാണ്. നമുക്ക് ഇവിടെയും സക്കാത്ത് സെല്ല് പ്രവർത്തിക്കുന്നുണ്ട്.
അർഹരായവർക്ക് മാത്രമേ അത് കൊടുക്കുകയുള്ളൂ. അർഹരായവരൊക്കെ അന്വേഷിച്ച് കൃത്യമായ ഉറപ്പ് വരുത്തി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കുറെ കാലങ്ങളായിട്ട് നമ്മുടെ പള്ളിയിൽ നടക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാം, പലരും സഹകരിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ അതിലൊക്കെ സഹകരിക്കുക. നമ്മളെ വേണ്ടപ്പെട്ടവർക്കൊക്കെ, പാവപ്പെട്ടവർക്കൊക്കെ പ്രത്യേകിച്ച് അതിന്റെ വിഹിതം എത്തിക്കാൻ അതും കമ്മിറ്റി കൃത്യമായി പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ആളുകൾക്കൊക്കെ എത്തിക്കും. അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ സക്കാത്ത്, റമദാൻ മാസം സക്കാത്തിന്റെ മാസം അല്ല കേട്ടോ, കൂടി പറയാം. റമദാനിൽ കൊടുത്തു വെച്ചിട്ട് പ്രത്യേക പുണ്യമില്ല. നിസ്കാരത്തിനും നോമ്പിനൊക്കെ പുണ്യമുണ്ട്, പക്ഷെ റമദാനിൽ സക്കാത്ത് കൊടുക്കുന്നതിന് പ്രത്യേക പുണ്യമില്ല. നമ്മളൊരു കൊല്ലം കണക്കാക്കുക എന്നുള്ളത് സക്കാത്തിന്റെ ഒരു നിയമമാണ്. അപ്പൊ ഒരു കൊല്ലം കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് റമദാൻ നമ്മൾ തെരഞ്ഞെടുക്കുന്നത്. കഴിഞ്ഞ കൊല്ലം റമദാനിൽ കൊടുത്താൽ ഈ കൊല്ലം റമദാനിൽ കൊടുക്കാം. ഞാനല്ല കഴിഞ്ഞ പ്രാവശ്യം ഷഹബാനിൽ കൊടുത്തുവെച്ചാൽ അടുത്ത ഷഹബാനിൽ കൊടുത്താൽ മതി, അതിനൊന്നും പ്രശ്നമില്ല. അതും കൂടി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിം അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ബഹുമാന്യരെ, പരിശുദ്ധ ഖുർആനിൽ മനുഷ്യന്റെ ഒരു അവസാനത്തെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. നമുക്കൊക്കെ മനുഷ്യന്റെ അവസാനത്തെ ആഗ്രഹം എന്താ നമുക്കാർക്കും പറയാൻ പറ്റില്ല. പണ്ടൊക്കെ തൂക്കിക്കൊല്ലുന്നോലെയും ഓരൊക്കെ ചോദിക്കും, നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം എന്താന്നൊക്കെ ചോദിക്കും. പക്ഷെ അള്ളാഹ് പറയണം, മരിച്ചു പോകുമ്പോൾ ഒരാളുടെ ആഗ്രഹം എന്തായിരുന്നു നമുക്കൊട്ട് അറിയില്ല, കാരണം പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അപ്പൊ അള്ളാഹ് പറയുന്നുണ്ട്, നമ്മളെപ്പോഴും കേൾക്കണ ആയത്താ, അള്ളാഹുവേ നിങ്ങള് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ മനുഷ്യരെ നിങ്ങൾ ചെലവഴിക്കണം, മിമ്മ റസഖ്നാക്കും ഞങ്ങൾക്ക് തന്നില്ല, മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങൾക്കൊരാൾ മരിക്കുന്നതിന്റെ മുമ്പേ. ഞാൻ നേരത്തെ പറഞ്ഞു, ലോകത്ത് മുഴുവൻ ശ്വാസം ഉണ്ടായിട്ടും ഈ മനുഷ്യന് ഒരു ഇറ്റ് ശ്വാസം കിട്ടില്ല. മരിക്കാൻ നേരത്തെ അതാണ് അവസ്ഥ. ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ട്, വഅർളുല്ലാഹി വാസിഅത്തുൻ വലാകിൻ, അല്ലാഹുവിന്റെ ഭൂമി വിശാലമാണ്, പക്ഷേ ഇദാ ജാഅൽ ഖലാ ലാഖൽ ഫലാഉ, അല്ലാഹുവിന്റെ മരണം വന്നാൽ അന്തരീക്ഷം നമുക്ക് കുദ്സായി മാറും. നമ്മുടെ സമ്പത്തും ഒന്നും നമുക്ക് ഉപകരിക്കാത്ത സമയം. അതുകൊണ്ട് അള്ളാഹ് പറയാം ഫയഖൂൽ, ആ സമയത്ത് മനുഷ്യൻ പറയത്രേ. അള്ളാഹ് പറയും. അള്ളാഹ് പറഞ്ഞത് സത്യമാണ്. മരിക്കാൻ നേരത്തെ മനുഷ്യൻ പറയണത് ഹജ്ജിന് പോട്ടേന്നോ ഉംറക്ക് പോട്ടേന്നോ പെൺകുട്ടികളെ കെട്ടിക്കട്ടേന്നോ 2 റക്അത്ത് നിസ്കരിക്കട്ടേന്നോ ഒന്നുമല്ല. എന്താ പറയാ? ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, പടച്ചോനെ ഒരല്പസമയം എനിക്ക് തന്നിരുന്നുവെങ്കിൽ ലഅസ്സദ്ദഖ, ഞാൻ സദഖ ചെയ്യട്ടെ, ഞാൻ സക്കാത്ത് കൊടുക്കട്ടെ. സക്കാത്ത് കൊടുത്തില്ല, ഇവൻ പറയാൻ സക്കാത്ത് കൊടുക്കട്ടെ. കൊടുത്ത കുറെ പൈസ ഉണ്ടെങ്കിൽ ഞാൻ സദഖ കൊടുക്കട്ടെ എന്നാണ്. ഒരല്പസമയം മരണവേളയിൽ പോലും നമുക്ക് കിട്ടിയാൽ മനുഷ്യൻ അങ്ങനെ പറയണമെങ്കിൽ നമുക്ക് നേടിയുണ്ടാക്കിയ സമ്പത്തിന്റെ ആ ഒരു എന്താ പറയാ പരിമിതിയാണ് അവിടെ അള്ളാഹ് നിശ്ചയിക്കുന്നത്. എത്ര കിട്ടിയിട്ടും കാര്യമില്ല എന്ന്. അതുകൊണ്ട് മരിക്കുമ്പോൾ ആഗ്രഹിക്കുന്ന ഒരല്പം സമയം മരിക്കാൻ നേരത്ത് കിട്ടിയാൽ അവൻ ആഗ്രഹിക്കുന്നത് ഇതൊന്നും കൊടുത്ത് ഒഴിവാക്കട്ടെ, എന്നിട്ട് മരിച്ചാൽ മതി എന്ന് ആലോചിച്ചു. ഇന്നത്തെ ആ ചുറ്റുപാടൊക്കെ ആലോചിച്ച് നോക്കിയാൽ ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോകുമ്പോഴുള്ള അവസ്ഥ. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ അപ്പൊ പറയാതിരിക്കാൻ നമ്മൾ ജീവനുള്ള കാലത്ത് മരിച്ചു പോയിട്ട് പണ്ട് കാലം മരിച്ചു പോയിട്ട് ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് ഇനി ബാക്കിയുള്ള പോലെ മയമ്മൂട്ടിയോട് ചോദിക്കാറ്. മയമ്മൂട്ടി ഓൻ തന്നെ ലോക കടയിക്കാറ്. ഓനോട് ചോദിക്കാനാ മയല് കമ്മിറ്റിയൊക്കെ പാടെ പറയുന്നത്. എന്താ അവസ്ഥ നമ്മളൊക്കെ അവസ്ഥ? അങ്ങനെ കൊണ്ടുവച്ചിട്ട് പറയേണ്ട അവസ്ഥ ഉണ്ടാവേണ്ടതില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന്റെ മുമ്പ് തന്നെ നമ്മുടെ ജീവിതകാലത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കുക. അത് ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും കടത്തിന്റെ വിഷയത്തിലാണെങ്കിലും സക്കാത്തിന്റെ വിഷയത്തിലാണെങ്കിലും ഒക്കെ നമ്മുടെ ജീവിതകാലത്ത് നമ്മുടെ റൂഹ് എപ്പോൾ പോകുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ക്ലിയർ ആവുക. ആരെയും ഒരു ഭാരം ഏൽപ്പിച്ച് നമ്മൾ ഇവിടുന്ന് പോകാതിരിക്കുക, ആരെക്കൊണ്ട് അത് പറയിപ്പിക്കാതിരിക്കുക, ആ രൂപത്തിലായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു കാര്യം, നമ്മുടെ റമദാനിൽ എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് ഇവിടെ ക്ലാസ് നടക്കുന്നുണ്ട്. അതിന്റെ ക്ലാസിന്റെ തുടക്കം ഫസ്റ്റ് ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ച തുടങ്ങും. ഷറഫുദ്ദീൻ മൗലവി ക്ലാസ് എടുക്കുന്നുണ്ട്. നമുക്ക് പഠിക്കാനുള്ള അവസരമാണ്. അപ്പോൾ ഒഴിവുള്ള ആളുകളൊക്കെ ലോറിന്റെ ശേഷം 1.25 മണിക്കൂർ ക്ലാസ് ഉണ്ടാവും. അതിൽ പങ്കെടുക്കണം എന്നറിയിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.